ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് പോകുന്നത് എങ്ങടാന്നറിയോ? മൂന്നാർക്ക്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളെ ഫാമിലി, അതായത് അമ്മയുടെ വീട്ടിലത്തെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. മൂന്നാർക്കാണ്. ഇതാ ഞങ്ങൾ ബസ് പറന്ന് വരുന്നു. ഇതാ ബസ് കയറി. അറമാദനം എന്ന് പറഞ്ഞാൽ ചില്ലറ അറമാദനം എന്ന് പറഞ്ഞില്ല. അതെന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൂടുകയാണ്. എൻ്റെ മേമയും കുട്ടികളും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഒരു സങ്കടം. അവർക്കൊരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടേ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ആ സങ്കടമൊക്കെ ഈ തിരക്കൊക്കെ അങ്ങോട്ട് മറന്നുപോയി. അതുണ്ടായത് നല്ല അറമാദിച്ച് എൻജോയ് ചെയ്തിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടാണ്. ഞാനിങ്ങ് ചാടി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എൻ്റെ മടിയിലാണ് കയറിയിട്ടേ അവരങ്ങോട്ട് ഉറങ്ങി. അവിടെ സീറ്റിൽ കിടന്ന് ഇനി വീഴുമെന്ന് പേടിച്ചിട്ടേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഉറങ്ങി. അതുണ്ടായത്. പിന്നെ എല്ലാവരും ചെറിയമ്മമാരും ചേച്ചിമാരും കുട്ടികളും അനിയന്മാരെല്ലാവരും കൂടെ തകർത്ത് അർമാദിച്ച് ഉല്ലസിച്ച് ആഘോഷിച്ച് രാവിലെ ഒരു 4:10 ആയപ്പോഴാട്ടോ ഞങ്ങൾ അടിമാലിയിലെത്തിയത്. അവിടെ നിന്നാണ് പിന്നെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ തൊട്ടന്നെ കണ്ണൂർ കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്, അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെയും വണ്ടി കയറി. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായം പൊളിച്ചിട്ട് കുറേ തേയിലയും കാപ്പിയും കാപ്പിക്കുരു എന്ന് പറഞ്ഞിട്ട് കുറേ അതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അവിടെ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ എന്താ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ തേരാപ്പാര അങ്ങനെ കടകളൊക്കെ കണ്ടപ്പോൾ അത് കൂടെയൊക്കെ ഇറങ്ങി ഒക്കെ നടന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കുട്ടികൾക്ക് നല്ല രസമുണ്ട് കേട്ടോ. അത് കാറ്റും ചൂടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കാറ്റുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തണുപ്പുള്ളൊരു ഇത്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് നമ്പൂനൊക്കെ കണ്ണട വാങ്ങിച്ചു. പിന്നെ കുട്ടികൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാനൊരു കണ്ണട വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ മാടുപ്പെട്ടിയാണ് എന്തോ സ്ഥലമുണ്ട്, അവിടെ നിന്ന് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ടവർക്ക് കയറി, ഞങ്ങൾക്ക് പേടിയൊന്നും ഞങ്ങൾ കയറിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് കുറച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താണാവോ നമ്മളൊക്കെ ഫ്രീസറിൽ വെച്ചാലാണ് അത് മെൽട്ടാവാണ്ടേ നിൽക്കുള്ളൂ. ഇത് പുറത്ത് വെച്ചിട്ട് മെൽട്ടാവണമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടുന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റോഡ് സൈഡിൽ നിന്ന് കഴിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങളൊരു പിന്നെ കുറച്ചും കൂടി പോയിട്ട് പിന്നെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പില്ലേ ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ ഓരോ വണ്ടികളിങ്ങനെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ അത് തുള്ളു തന്നെ. ഞങ്ങൾക്കൊരു അർമാദനാണല്ലോ. ഞങ്ങൾ കിടന്നങ്ങനെ നല്ല ആഘോഷിച്ചു. അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനായിട്ട് അമ്മേനെയും ചേച്ചീനെയും ഏട്ടനെയും എല്ലാവരും കൂടെ വിളിച്ച് കൊണ്ടുപോവാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കും, നല്ല വ്യൂ ആണെന്നൊക്കെ കൊച്ചുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ എല്ലാവരും തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ തുള്ളൽ നിർത്താണ്ട് അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ പോയി നല്ല സെറ്റിൽ ഫോട്ടോ ഒക്കെ എടുത്തു. ഐഫോൺ ആവുകൊണ്ട് നല്ല റേഞ്ചാണല്ലോ എൻ്റെ അനിയന്മാരുടെ. ഇത് ഞങ്ങളെല്ലാവരും ഫാമിലി പിക്കൊക്കെ എടുത്തു. ഞങ്ങൾ പോയ വണ്ടി ഇത് ഞങ്ങളുടെ കുഞ്ഞി ഫോട്ടോ. ഇത് ഞങ്ങൾ സെറ്റാട്ടോ ടീം. പിന്നെ വണ്ടി കയറി തന്നെ അറമാദനം തന്നെ ചാടി കളിച്ചു. കുറേ കഴിയുമ്പോഴേക്കും ക്ഷീണിക്കുകയാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഒന്നും വയ്യല്ലോ. അതിൻ്റെ മാമയുടെ മോനാട്ടോ. അപ്പോൾ അവനായിട്ട് കുറേ നേരം കളിച്ചു. എല്ലാവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഫ്രീ മൈൻഡായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയായിരുന്നു ഈ ഒരു ടൂറ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്നൊക്കെ തിരിഞ്ഞ് നേരെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണൂർ കിച്ചണിൽ തന്നെ വന്നു. നൈറ്റ് ഫുഡായിരുന്നു കേട്ടോ. മന്തി റൈസ്, അൽഫാം പീസ്, ചപ്പാത്തി വേണ്ട ഒരു കഥ, മുട്ടക്കറി കറി, അത് ഇത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചോറ് മാത്രം കഴിച്ചു, കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ DJ, അതൊരു രക്ഷയില്ല എൻ്റെ മക്കളെ എന്ന് പറഞ്ഞാൽ. നാട്ടാറ് ഇവർ ഈ ഒരു ടൂർ കോംബോയിലുള്ളതാ തോന്നുന്നു, ടൂറിൻ്റെ പാക്കേജിലുള്ളതാ തോന്നുന്നു. നല്ല DJ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പൊളിച്ചെന്ന് പറഞ്ഞാൽ അറമാദിച്ച് ആർത്തുല്ലസിച്ചു എന്ന് പറയണം. നല്ല സെറ്റ് പാക്കേജായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. ഫുഡാണെങ്കിലും അതെ, എല്ലാ കാര്യങ്ങളിലും അവർ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ഇഷ്ടം പോലെ കുറേ സമയം എടുത്തിട്ട് എൻജോയ് ചെയ്യാൻ ഇതിനൊക്കെ പറ്റി. കുറേ നേരങ്ങൾ ഞങ്ങൾ ചാടിക്കളിച്ചു. എന്താ ചെയ്യുക, നല്ലൊരു സുഖം, നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നൈറ്റ് പോയിട്ട് ഒരു ഡേ ഫുള്ളായിട്ട് കിട്ടി. പിറ്റേന്ന് പുലർച്ചെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തേണ്ട രീതിക്കാട്ടോ ഇതൊരു പാക്കേജ്, അങ്ങനെ ഒരു ഇതാണ് വന്നത്. അതുകൊണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ DJ പാർട്ടിക്ക് ഞങ്ങൾ കുറച്ച് പേര്, അമ്മയൊക്കെ പുറത്തിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരെ കൊണ്ട് ഉള്ളിൽ കയറിയിട്ട് കുട്ടികളെ കൊണ്ട് കയറി കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മതിയായിട്ട് കുട്ടികളെ പുറത്തെടുത്തിട്ട് പിന്നെയും ഞങ്ങൾ വന്നിട്ട് അർമാദിച്ചു. അതൊക്കെ ഉണ്ടായത് അതിൻ്റെ ഇടയിൽ കൂടെ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചാടിക്കളിയും തിരക്കും എല്ലാ ബഹളവും കഴിഞ്ഞ് ഇങ്ങനൊരു ട്രിപ്പ് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടുള്ളതുകൊണ്ടേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ ഈ മക്കളെ കൊണ്ട് ഇങ്ങോട്ട് പോക്കും ഇതാവുന്നില്ല, പോവാനും പറ്റില്ല, ഒന്നിനും ചെയ്യാനും ഒന്നിനും പറ്റില്ല.
അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ല എൻജോയ് ചെയ്ത് ഉല്ലസിച്ച് അർമാദനം അതിൻ്റെ ഇടയിൽ ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും ഇതാവൊക്കെ ചെയ്തു. ഞങ്ങൾ നല്ല ആഘോഷിച്ചു കേട്ടോ. അതുകൊണ്ട് സന്തോഷം എൻ്റെ ഫേസിൽ കാണാം ഞങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.